ഇറാൻ എന്തായാലും ഒരു തിരിച്ചടി തന്നെ നടത്തി. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം അടിച്ച് തകർത്തിരിക്കുകയാണ്. ട്രംപ് വരെ ഞെട്ടി. അപ്പോൾ ഇറാന് ഇത്രയധികം ആയുധശേഷി ഉണ്ടോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. എങ്ങനെ കാണാം? ഇറാന് സ്വാഭാവികമായി ഉണ്ടായിരുന്ന ആയുധശേഷി തന്നെയാണ്, അത് വെച്ച് ആക്രമിക്കുന്നു എന്നുള്ളതല്ല. അല്ലാതെ ഇറാന് വലിയ തോതിൽ ആയുധശേഷി കുറഞ്ഞുവെന്നോ ഇല്ലെങ്കിൽ ആയുധശേഷി ഇല്ലാത്ത രാജ്യമാണെന്നോ ഒരു ഘട്ടത്തിലും ഇസ്രായേലോ അമേരിക്കയോ ആരും തന്നെ പറഞ്ഞിട്ടില്ല. രാജ്യങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മാത്രം അതെ, അത്യാവശ്യം നല്ല സൈനിക ശേഷിയൊക്കെ ഉള്ള രാജ്യം തന്നെ. 1.5 ലക്ഷം ആൾക്കാർ വരുന്ന IRGC എന്ന് പറയുന്ന വലിയ സേനയെ അവർക്കുണ്ട്. കമാൻഡോ ട്രെയിനിങ് ഒക്കെ എടുത്ത ആൾക്കാരാണ് അവർ പൂർണ്ണമായിട്ടും. അപ്പോൾ ഒരു പ്രത്യേക സേന, മതസേനയൂടെയാണ് അത്. അല്ലാതെ തന്നെ അവർക്ക് റെഗുലർ ആർമിയുണ്ട്, പിന്നെ പാരാമിലിറ്ററി ഫോഴ്സുകളുണ്ട്, വലിയ സൈനിക സന്നാഹങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, അതിലൊന്നും പ്രശ്നമേ ഇല്ല. പക്ഷേ അതല്ല, ഇവിടെ യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് സൈനിക ശേഷി മാത്രമല്ലല്ലോ. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില നിലപാടുകൾ, തീരുമാനങ്ങൾ, നയപരമായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ രാജ്യത്തിൻ്റെ യുദ്ധകാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇറാനിലകത്ത് ശേഷി കുറവാണ്, ശക്തി കുറവാണ്. കാരണം നമ്മൾ ഇന്നലെ കണ്ടല്ലോ, വലിയ ബോംബറുകൾ വന്ന് അമേരിക്ക വന്നിട്ട് ഈ പറയുന്ന ഇറാൻ്റെ ഫോർദോ അടക്കമുള്ള എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി ബങ്കർ ബസ്റ്റർ ബോംബിട്ട് തകർത്തിട്ട് പോയി. അപ്പോൾ ഇറാനെ തിരിച്ചടിക്കണമല്ലോ. ഇറാൻ അതിന് വേണ്ടിയിട്ടുള്ള അത് ചെറുക്കാനുള്ള ശേഷി അവർക്കില്ല. പക്ഷെ അവർ അതിനെ തിരിച്ചടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത്. അതെ, വലിയ മിസൈലുകൾ, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെയാണ് അയച്ചിരിക്കുന്നത്, ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ. അപ്പോൾ വലിയ പവറോടുകൂടി, വലിയ ശക്തിയോടുകൂടി ആ ചെന്ന സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട്. പക്ഷെ ഒന്നും തന്നെ അവിടുത്തെ നിലത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആകാശത്ത് വെച്ച് തന്നെ എല്ലാത്തിനെയും പൊട്ടിച്ചു കളഞ്ഞു അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം. സ്വാഭാവികമായിട്ട് നമ്മളത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകാനുള്ള ഒരു വഴി തുറക്കുന്നുണ്ട്. പക്ഷേ ഈ വഴിയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമാധാനത്തിൻ്റെ വഴി എന്ന് ട്രംപ് പറഞ്ഞു. ട്രംപ് ഒരാഴ്ച മുമ്പ് ഇതേ കാര്യം പറഞ്ഞിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇറാനോട് യുദ്ധം ചെയ്യുന്നുള്ളൂ എന്നുള്ള നിലപാടെടുത്തിരുന്നു. ആ നിലപാട് എടുത്ത് 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് ബോംബറുകൾ നേരെ പോയിട്ട് ഈ പറയുന്ന ഇറാനിൽ ചെന്ന് ബോംബിടുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആക്രമണം തുടങ്ങിയിട്ടില്ല എന്നും അതിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നും. പക്ഷെ അതിനു മുമ്പ് തന്നെ ബോംബിട്ടല്ലോ. അപ്പോൾ ട്രംപ് പറയുന്ന നിലപാടുകളൊന്നും അങ്ങനെ എടുക്കാൻ കഴിയില്ല. താൻ മധ്യസ്ഥത വഹിക്കാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഖത്തറിൻ്റെ രാഷ്ട്രത്തലവൻ ഇതിൽ ഇടപെടുന്നു, അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളാണ്. ഈ പറയുന്ന ഖത്തർ അമീർ ഇടപെടും എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ പറ്റിയോ ഒരു കരാറും ഇതുവരെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇസ്രായേൽ ഇന്നലെയും ഇറാനിൽ ആക്രമണം നടത്തി ഇതിന് ശേഷം. അതെ, അപ്പോൾ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ആക്രമണം നടത്തി പുലർച്ചെ. അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുക. ഈ ആക്രമണം നിർത്താനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അവിടെയാണ് ഈ ട്രംപ് കളിക്കുന്നത്. ട്രംപ് എന്തിനാണ് ഈ കളി നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതെന്ന് വരുത്തി തീർക്കണം. ആരാ തുടങ്ങിയത്? അമേരിക്കയുടെ ഇഷ്ടപ്രകാരം ഇസ്രായേൽ തുടങ്ങിയ യുദ്ധം അമേരിക്ക തന്നെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, 12 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. അമേരിക്ക പറഞ്ഞു 12 മണിക്കൂർ വെടിനിർത്താം, വെടിനിർത്തിയതിന് ശേഷം പിന്നെ സമാധാനം. അപ്പോൾ ശക്തന്റെ സമാധാനമേ ഇവിടെ വില പോകുള്ളൂ എന്നുള്ളതാണ് ഇസ്രായേൽ ഇന്നലെ പറഞ്ഞ കാര്യം. ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്നു. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഖമനി അടുത്ത 2 ആൾക്കാരെ പിൻഗാമികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. ഖുമനിയുടെ 3 പേരുണ്ട്. ഖുമനിയുടെ ചെറുമകനാണ് അതിൽ പ്രധാനപ്പെട്ട ആള്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഈ IRGCയുടെ ഒരു മകനെ, ഇയാളുടെ മകനെ ഉണ്ട്, ഖമനിയുടെ മകനെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് വലിയ താല്പര്യം ഖമനി കാണിക്കുന്നില്ല, കാരണം മക്കൾ പാരമ്പര്യമായി പോകും എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഖുമനിയുടെ, ഇദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ഖുമനിയുടെ പരമോന്നത, ഇയാൾക്ക് മുമ്പുള്ള ഖമനിക്ക് മുമ്പുള്ള പരമോന്നത നേതാവിന്റെ ചെറുമകനെ ഇതിലേക്ക് നിർദ്ദേശിക്കുന്നതായിട്ടുണ്ട്. പിന്നെ IRGCയുടെ തലപ്പത്തിരിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ പ്രധാനികളിൽ ചിലരെയും ഇതിലേക്ക് ഉൾപ്പെടുത്താമെന്നൊക്കെ ഒരു. ഖത്തറിലെ US താവളത്തിന് നേരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീറിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് വരുന്ന വിവരം. അതിൽ ഈ പറയുന്ന നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ചാണ് US മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് വ്യക്തമാക്കുന്നത്. നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ച ഒരു കാര്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ പറയുന്ന ഇറാൻ്റെ പ്രതിരോധ മന്ത്രി ചില മയപ്പെട്ട നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. നേരത്തെ US കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ബ്രിഗേഡിയർ ജനറൽ അസീസ്
നസീർ സാദെ ആദ്യം പ്രതികരിച്ചത്. അപ്പോൾ വിദേശകാര്യ അതായത് അബ്ബാസ് അരാക്ചി എന്ന് പറയുന്ന ഇവരുടെ പ്രതിരോധ മന്ത്രിയുണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, നിലപാട് കുറച്ച് മയപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നിലപാട് തിരുത്തി ആക്രമണം മതിയാക്കുകയാണെങ്കിൽ ഞങ്ങളും സമാധാനത്തിലേക്ക് വരാം എന്നുള്ള ഒരു നിലപാടെടുക്കുന്നത്. പക്ഷേ ഇത് ഇറാനെ സംബന്ധിച്ച് ഒരു നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രധാനമായ നീക്കമാണ്. എങ്ങനെ ഈ പറയുന്ന വെടിനിർത്തലിലേക്ക് കൊണ്ടുവരാമെന്നും തങ്ങൾക്ക് സ്വയം ശക്തി ആർജിക്കാമെന്നും വീണ്ടും തിരിച്ചടി തുടങ്ങാമെന്നുള്ളതാണ് ഇറാൻ്റെ പ്രഖ്യാപിതം. കാരണം ഇറാൻ 2040 ഇസ്രായേലിനെ തവിടുപൊടിയാക്കണമെന്നുള്ള ലക്ഷ്യമുണ്ട്. അവരുടെ രാഷ്ട്രീയ നയമാണത്. ആ രാഷ്ട്രീയ നയം നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഇസ്രായേലിന് ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ ഇല്ലാതാക്കി പുതിയ ഒരു ഭരണകൂടത്തെ ഈ പറയുന്ന ഈ ഐഡിയോളജി വെച്ച് പുലർത്തുന്ന, അതായത് ഇറാനിൻ്റെ സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന മുൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് വന്ന ഒരു മതഭരണകൂടമാണിത്. ഈ മതഭരണകൂടത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇറാന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സാധാരണഗതിയിലുള്ള രാജ്യമായിട്ട് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാകണം, നേതൃമാറ്റം ഉണ്ടാകണം. ആ നേതൃമാറ്റം ഉണ്ടാകത്തിടത്തോളം കാലം 2040 ഇസ്രായേലിൻ്റെ അന്ത്യം കുറിക്കുമെന്ന് പറയുന്ന ഈ ഇസ്ലാമിക മത സമൂഹമായിട്ട് നിലനിൽക്കുന്ന ഈ ഭരണകൂടത്തിന് ആ ഒരു സ്വപ്നമുണ്ട്, ഇസ്രായേലിനെ മുച്ചൂട് പിടിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു ആണവായുധം ഉണ്ടാക്കുന്നത്. ഈ ആണവായുധം ഉണ്ടാക്കി ഇറാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ ആണവായുധം നേരെ എടുത്ത് അടിക്കുക ഇസ്രായേലിനെ വേണ്ടിയില്ല, മുഴുവൻ ജൂതനെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാതിരിക്കണമെങ്കിൽ അവിടെ നേതൃമാറ്റം വരണം. അതിന് ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തിലെ മുഴുവൻ ആൾക്കാരും ഇല്ലായ്മ ചെയ്യപ്പെടണം, ഉന്മൂലനം ചെയ്യപ്പെടണം, IRGC തകർക്കപ്പെടണം. അപ്പോൾ ഒരു ഫുൾ സ്കെയിൽ വാർ ഉണ്ടായാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്കാണ് ഇസ്രായേൽ ഉന്നം വയ്ക്കുന്നത്. അമേരിക്കയ്ക്ക് താല്പര്യമില്ലെങ്കിലും ട്രംപിൻ്റെ നോബൽ പ്രൈസാണ് സ്വപ്നം, അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ഇസ്രായേൽ വാർ കടുപ്പിച്ചാൽ, യുദ്ധം കടുപ്പിച്ചാൽ അടുത്ത് നടക്കാൻ പോകുന്നത് അമേരിക്കയുടെ മെയിൻലാൻഡിലേക്ക്, അതായത് അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്ക്, അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിൽ അമേരിക്ക എന്ന രാജ്യത്തിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുക്കും. പക്ഷെ അവിടെയും വ്യോമ പ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ട് വലുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ ഒരു നേരിട്ടുള്ള ആക്രമണമായി കണ്ട് അമേരിക്ക യുദ്ധപ്രഖ്യാപനം നടത്തി ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. അതാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇസ്രായേൽ പരമാവധി കാര്യങ്ങൾ ചെയ്യും. വെടിനിർത്തലിലേക്കൊന്നും ഇസ്രായേൽ കടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഭരണമാറ്റം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ അമേരിക്ക ഈ പറയുന്ന സമാധാനം കൊണ്ടുവരാൻ പോകുന്നു, ഖത്തറിനെ മധ്യസ്ഥത വഹിക്കാൻ ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഖത്തർ ഈ പറയുന്ന അമേരിക്കയുടെ എന്ത് താളത്തിനൊത്തും തുള്ളും. പക്ഷേ ഇറാൻ ഒരു പക്ഷേ ഈ പറയുന്ന സ്വന്തം സ്വയരക്ഷയ്ക്ക് വേണ്ടി തടി കേടാകാൻ നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വെടിനിർത്തലിലേക്ക് പോയാലും ഇറാൻ്റെ യഥാർത്ഥ സ്വഭാവം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി ഇസ്രായേൽ നിന്ന് കൊടുക്കും, ഒരു കാരണവശാലും നിന്ന് കൊടുക്കില്ല. മൊസാദ് അതിനു വേണ്ടിയിട്ടുള്ള കരുക്കളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന ഖമനിയെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. ഖമനിയെ തീർക്കുക എന്ന് മാത്രമല്ല, ഖമനിക്ക് ചുറ്റും നിൽക്കുന്നവരോ ഖമനിക്ക് ശേഷം വരാനിരിക്കുന്നവരോ അറിയില്ല, ഏതോ പൊത്തിൽ ഒളിച്ചിരിക്കുക. പക്ഷേ ഖമനിയെ തീർക്കുക എന്നുള്ളതും ഖമനിക്ക് ശേഷമുള്ളവർ, ഖമനിക്ക് ചുറ്റുമുള്ളവർ, ഇവരെയൊക്കെ ഇല്ലാതാക്കി ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ, ഏത് തരത്തിൽ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഇത്തരം മതഭരണകൂടമല്ലാത്ത ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇസ്രായേൽ ഇറാനിലേക്ക് കടുത്ത ആക്രമണം തന്നെ നടത്തും. അതൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകും. അമേരിക്ക ഇപ്പോൾ കാണിക്കുന്ന ഗിമിക്കുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.